അതിനൊക്കെ നല്ലതാണ്. കുന്തിരാജകുമാർ 17-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വായിച്ച ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ വായിക്കാം. എന്നാൽ ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവനെ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ ഇവിടെ നിന്നും പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാൻ കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ ആഖയോട് കൽപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വീട്ടിലോ പോയിട്ട് ദൈവമായിട്ട് പ്രാർത്ഥന സമയത്ത് മോനി ഭാഗം വായിച്ചു. അപ്പം ഞാൻ അതേക്കുറിച്ച് പിന്നെ അല്പം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാനൊക്കെ ഞാൻ ഈ ഭാഗത്തിന് വായിക്കാനായിട്ട് ഏരിയാവിനെ കുറിച്ച് അത് പറഞ്ഞിട്ടുള്ള തിശ്ബ്യനായ ഏരിയാവാണ്. തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏരിയാവ് എന്ന് പറഞ്ഞാൽ അവൻ തിശ്ബിയിൽ നിന്നുള്ള ഒരു ഏരിയാവാണ്. അത് മാത്രമേ അവനെ കുറിച്ച് തിരുവഴുത്ത് പരിചയപ്പെടുന്നുള്ളൂ. വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഏരിയാവിനെ കുറിച്ച് പറയുന്നു. ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ ഏലിയാവ് ആഹാബിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലാതെ ഈ ആണ്ടുകളിലും മഞ്ഞും മഴയും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഏലിയാവിനെ തോന്നി മോടിച്ചത് പറഞ്ഞു എന്ന് നമുക്ക് ചിന്തിപ്പാനായിട്ട് സാധ്യതയുണ്ട്. യാക്കോബിലെ വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള വാക്യമുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവ മനുഷ്യനായിരുന്നു. എന്താ വായിക്കും? അടുത്ത ഭാഗം എന്താ? മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. അതുകൊണ്ട് 2 വർഷവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല എന്ന്. അപ്പോൾ ഇതിനു മുമ്പിൽ ഏലിയാവ് ദൈവത്തോട് ഒരു പ്രാർത്ഥന കഴിച്ചിട്ടുണ്ട്. വെറുതെ ഓടിച്ചിട്ട് ആഹാബിനെ ചെന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലാതെ മഴ പെയ്യല എന്ന് പറഞ്ഞതല്ല. ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ആഹാബിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാല് ആ 17-ാം അധ്യായത്തിന് മുകളിൽ 16-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം വായിക്കുമ്പോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. ആഹാബിന് ദൈവജനം കൊടുത്തിരിക്കുന്നതായ സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ്. തനിക്ക് മുമ്പുണ്ടായിരുന്ന സകല ഇസ്രായേൽ രാജാക്കന്മാരെക്കാൾ അധികമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദോഷം പ്രവർത്തിച്ച, മ്ലേച്ഛത പ്രവർത്തിച്ച, ദൈവത്തെ കോപിപ്പിച്ച ഇസ്രായേൽ രാജാവാണ് ആഹാബ്. ആ ആഹാബിലാണ് ചെന്നിട്ട് ഏലിയാവ് പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും ഉണ്ടാകുകയില്ല, മഴയും ഉണ്ടാകുകയില്ല. പറഞ്ഞു വന്നത് ഏലിയാവിന്റെ മനസ്സിൽ ഒരു പക്ഷെ വലിയ ഭാരം ഉണ്ടായേക്കാണ്. ഈ ജനത്തെ ദൈവം ഒരു പാഠം പഠിപ്പിക്കും. ദൈവജനമാണ്, ദൈവജനം എന്ന പേരുള്ളതായ ആളുകളാണ് ഈ തരത്തില് ഈ ഇങ്ങനെയുള്ളതായ ഒരു രാജാവിന്റെ നേതൃത്വത്തില് ദൈവത്തെ കോപിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് എന്ന് കണ്ടപ്പോ, എന്ന് ചിന്തിച്ചപ്പോ ദൈവത്തിന്റെ ദാസനായ, ദൈവത്തെ സ്നേഹിക്കുന്നതായ ഏലിയാവിന് മനസ്സിൽ ഭാരവും വ്യഥയും പ്രയാസവും വിഷമവും ഒക്കെ ഉണ്ടായിക്കാണ്. അതുകൊണ്ടായിരിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവം എന്തായാലും പ്രാർത്ഥന എഗ്രിച്ചു തന്നു. അതുകൊണ്ടാണ് അവൻ അതിനെ സംഭവിച്ചത്. അതിനുശേഷമായിരിക്കാം ഏലിയാവ് ആഹാബിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞത്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഇനി മഞ്ഞും ഉണ്ടാകുകയില്ല, മഴയും ഉണ്ടാകുകയില്ല. അതിനുശേഷം താൻ അവിടെ നിന്ന് പുറപ്പെട്ടു. ഞാൻ ചിന്തിക്കായിരുന്നു, കേട്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ പറയുമ്പോ സ്വാഭാവികമായിട്ട് ഏലിയാവ് തന്നെ ഒരു ചിന്തിക്കും, മഞ്ഞുണ്ടാകില്ല, മഴയുണ്ടാകില്ല, ദേശം വിളവ് തരില്ല എന്നുള്ള ഒരു ഷുവറാണ്, ഉറപ്പുള്ള സംഗതിയാണ്. അപ്പൊ പിന്നെ തന്റെ കാര്യവും ഒരുപക്ഷെ വളരെ കഷ്ടത്തിലായി പോകും എന്നുള്ള കാര്യം സംശയമില്ലാത്തതായ സംഗതിയാണ്. ഏലിയാവ് തൽക്കാലത്തേക്ക് അതൊക്കെ മാറ്റിവെച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ കാര്യം എന്താകും എന്നുള്ളതിനെ കുറിച്ച് ഏലിയാവ് ഇവിടെ ചിന്തിക്കുന്നില്ല. ദൈവത്തിന്റെ നീതി ദേശത്ത് വെളിപ്പെടേണ്ടതിനായിട്ട്, ദൈവത്തെ കുറിച്ചുള്ളതായ ഒരു ഭയം ദേശത്ത് ഉണ്ടാകേണ്ടതിനായിട്ട് തന്റെ കാര്യം മാറ്റിവെക്കുവാനായിട്ട് ഏലിയാവ് തയ്യാറാണ്. അതുകൊണ്ടാണ് ഈ ചിന്തയൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഇതിനൊക്കെ തൽക്കാലത്തേക്ക് പുറകിലേക്ക് മാറ്റിവെച്ചിട്ട് ഈ ജനത്തോട് ദൈവം നീതി പ്രവർത്തിക്കണം, ന്യായം പ്രവർത്തിക്കണം, ദൈവം ന്യായവിധി അയക്കണം എന്നുള്ളതായ ഒരു ചിന്തയോടെ ഒന്നും നോക്കാതെ ആഹാബിന് മുമ്പിൽ ചെന്നിട്ട് ഈ തരത്തിലുള്ളതായ ഒരു പ്രസ്താവന നടത്തുവാനായിട്ട് ഇടയാക്കി. അതിനുശേഷം എന്താ സംഭവിച്ചത്? നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, പിന്നെ അവനെ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേറൊന്നും സംഭവിച്ചത് രേഖപ്പെടുത്തിയിട്ടില്ല.
സംഭവിച്ചില്ല. ആഹാബിന് മുമ്പിൽ നിന്ന് തിരിച്ചു വരുന്ന ഏലിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായി. തന്നെ മറന്നുകൊണ്ട് ദൈവത്തിനായിട്ട് നിൽക്കുവാനായിട്ട് തീരുമാനിച്ചതായ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എങ്ങനെയാണ്? നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ആദ്യത്തെ പുസ്തകം എനിക്ക് സാമാന്യം വിശ്വസനീയമായിട്ട് തോന്നി. കാരണം തോട്ടിൽ നിന്ന് കുടിക്കണമെന്ന് പറഞ്ഞാൽ ഒരു വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇവിടെ കുടിക്കുമ്പോൾ തോടില്ലേ, നമ്മൾ കുടിക്കോ ഒരുക്കുണ്ടോ എന്ത് ചെയ്താലും അതൊന്നും പറയാം. അതിൽ വെള്ളമുള്ള കാലത്തോ ആർക്കും വിശ്വസിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. തോട്ടിൽ നീ കുടിച്ചോളൂ. എന്നാൽ പിന്നീട് പറഞ്ഞത് എന്താണ്? ഞാൻ നിനക്ക് അവിടെ ആഹാരം തരേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് അല്പം വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതായ ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കൊരു പക്ഷെ അങ്ങനെ സാധ്യതയുണ്ട്. കാക്കയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, അവൻ നിനക്ക് സമയാസമയങ്ങളിൽ ആഹാരം കൊണ്ടുത്തരും എന്നാണ് ദൈവം ഏലിയാവിനോട് സംസാരിച്ചത്. ഞാൻ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഏലിയാവ് ഒന്നും മറത്തു പറഞ്ഞില്ല. അടുത്ത വാക്യം അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. അതിന്റെ റിസൾട്ട് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാ ഇതിന്റെ ഉത്തരം ആ തരത്തിൽ ലഭിക്കാനായിട്ട് ഇടയാക്കുന്നത്? അതിന് കാരണം ഒന്നേ ഉള്ളൂ, അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം തന്നെ ചെയ്തു. കേട്ടപ്പോ ഇതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള സംഗതിയായിട്ട്, അസാധ്യമായിട്ടുള്ള സംഗതിയായിട്ട് തോന്നിയെങ്കിൽ തന്നെയും തോന്നുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആർക്കായാലും തോന്നാൻ സാധ്യതയുണ്ട്, ഏലിയാവിന് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ നേരത്തെ സ്വന്തം ഇഷ്ടങ്ങളൊക്കെയും പുറകിൽ മാറ്റിവെച്ചുകൊണ്ട് ആഹാരം മുമ്പിൽ ചെന്നിട്ട് ധൈര്യമായിട്ട് ഈ പ്രസ്താവന നടത്തിയതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ഒരു ചുവട് എടുക്കുകയാണ് ഏലിയാവ് പിന്നെയും ചെയ്തത്. ദൈവമാണ്, സർവശക്തനായ ദൈവമാണ് സംസാരിച്ചത്. അതുകൊണ്ട് കാക്ക അങ്ങനെ ചെയ്യും. അത് സാധ്യമായ സംഗതിയാണ്. എന്നാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാനായിട്ട് കഴിയുന്ന ഒരു ദൈവത്തെയാണ് താൻ വിശ്വസിക്കുന്നത് എന്നുള്ളതായ ഉറപ്പും ബോധ്യവും ഏലിയാവിന് എപ്പോഴും ഉണ്ടായിരുന്നു. സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരുമ്പോഴൊക്കെ പലപ്പോഴും അങ്ങനെ ആളുകൾ സംഭവിക്കാറുണ്ട്. എന്നാൽ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് സംശയിക്കാനായിട്ട് സാധ്യതയുള്ള സന്ദർഭങ്ങളിലും ഈ ഏലിയാവ് എടുത്തതുപോലെ ധീരമായ ചുവടെടുപ്പാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിലും പ്രിയമുള്ളവരെ, ഏലിയാവ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. ഏലിയാവിന് സംഭവിച്ചതുപോലെ തന്നെ നമുക്ക് സംഭവിക്കേണ്ടതായിട്ട് കാക്ക കൃത്യമായിട്ട് അപ്പവും ഇറച്ചിയുമൊക്കെയും കൊണ്ടുത്തരുന്നതായ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ സംഭവിച്ചത് പെരിയത്ത് പറ്റിപ്പോയി. കാരണം മഞ്ഞുമില്ല മഴയുമില്ല, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ അത് സംഭവിച്ചു. പെരിയത്ത് തോട് പറ്റിപ്പോയി, തോട്ടിൽ വെള്ളവുമില്ല. അപ്പോഴോ നീ എഴുന്നേറ്റ് സീനോനോട് ചേർന്ന സരഫത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു കുതിരയോട് ഞാൻ വ്യക്തമാക്കിയാണ്. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആഹാബിന്റെ മുമ്പിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ തന്നെ അപ്പോൾ അത് വാക്കോടെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ കുറിച്ച് ചേർക്കാം. അപ്പോൾ ആഹാബിന്റെ സന്നദ്ധിയിൽ നിന്ന് മുമ്പിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. എന്താ ഉണ്ടായത്? നീ കെരീത്തില് അവിടെ പോയി വിളിച്ചിരിക്കുന്ന അവിടെ പോയി താമസിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കെരീത്ത് പറ്റിപ്പോയി, കാക്കയുടെ വരവ് നിന്നു. അപ്പോഴെന്താ സംഭവിച്ചത്? അവിടെ ഇതിരിക്കുകയാണ്. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായിരുന്നു. അപ്പൊ യഹോവയുടെ അരുളപ്പാടെന്ന് പറയുന്നത് തന്റെ ജനത്തെ ഇപ്പോൾ സദാ അനുഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ദൈവത്തെ അനുസരിക്കുന്ന ദൈവജനം. പലപ്പോഴും ദൈവജനം എന്നൊക്കെ പറയുമെങ്കിൽ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന അളവില് നമുക്ക് ദൈവജനം ആയി തീരുവാനായിട്ട് സാധിക്കില്ല. ഇങ്ങോട്ട് കോമിലുണ്ട് ദൈവജനം എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട് നമ്മൾ പലപ്പോഴും എഴുത്തുകളിലൊക്കെ കാണാറുണ്ട്, പത്രക്കാരങ്ങനെ എഴുതാറില്ല. എന്ന് പറഞ്ഞ പോലെയാണ് പലപ്പോഴും ദൈവജനത്തിന്റെ ജീവിതം, ദൈവജനത്തിന്റെ അവസ്ഥ ആ തരത്തിലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമ്മെ ഈ തരത്തിൽ അനുഗമിക്കാതെ പോകുന്നത്. ഏലിയാവിനെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തെ ഏത് പ്രതികൂലത്തിന് നടുവിലും അനുസരിക്കുന്നതായ സ്വഭാവം ഉണ്ടായിരുന്ന ഏലിയാവിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ അരുളപ്പാട് അവന് അന്യമായിരുന്നതായ അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം ഉണ്ടായിരുന്നതായ ഒരു സംഗതിയായിട്ടല്ല ദൈവത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇവിടെ നാം വായിച്ചത് അപ്പോൾ ഈ കെരീത്ത് വച്ചിയപ്പോൾ, കാക്കയുടെ വരവ് നിന്നപ്പോൾ അപ്പോൾ തന്നെ ദൈവത്തിന്റെ അരുളപ്പാട്
എലിയാവിന് ഉണ്ടായി. അപ്പോൾ ഉണ്ടായ അരുളപ്പാട് എങ്ങനെയാണ്? നീ എഴുന്നേറ്റ് സീതയോട് ചേർന്ന് സരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക, നിന്നെ പുലർത്തേണ്ടതിന്